റമദാനിലും അല്ലാത്ത മാസത്തിലും തറാവീഹുണ്ട്. റമദാൻ മാസത്തിൽ അല്ലാത്തൊരു തറാവീഹ് നാട്ടുകാരെ നിങ്ങൾ കിട്ടുക. റമദാനിൽ തറാവീഹുമായി ബന്ധപ്പെട്ട ഒരു വിഷയം ഞാൻ സംസാരിച്ച സമയത്ത് രാത്രി നിസ്കാരം എന്നു പറയുന്നിടത്ത് തറാവീഹ് നിസ്കാരം എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ റമദാനിൻ്റെ അവസാനത്തെ പത്തിൽ വല്ലാത്തൊരു കോലാഹലങ്ങളാണ് സോഷ്യൽ മീഡിയകളിൽ പ്രചരിപ്പിച്ച ചില വിഭാഗങ്ങളെ കാണാൻ സാധിക്കും. വിചിത്രവാദവുമായി മൗലവി ഇറങ്ങിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ചില വീഡിയോ ക്ലിപ്പുകൾ കട്ട് ചെയ്ത് മുറിച്ച് അപ്പുറമൊക്കെ വെച്ചു. എന്നിട്ട് അതിനെ പരമാവധി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തിട്ട് സമൂഹ മാധ്യമങ്ങളിൽ ഇറക്കി വിട്ടപ്പോൾ ഇവരുടെ മൗലവിമാർ പറഞ്ഞു വെച്ചത് ഇവർ കേൾക്കാതെ പോയത് കൊണ്ടാണോ ഇങ്ങനത്തെ വീഡിയോകൾ എടുക്കാത്തത് അല്ലെങ്കിൽ ചെയ്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കാത്തത് എന്നത് അറിയില്ല. ഏതായാലും അതിൽ ഞാൻ സംസാരിച്ച ഭാഗത്തിൽ രാത്രി നിസ്കാരം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിൽ മാത്രമല്ല രാത്രി നിസ്കാരം നിസ്കരിച്ചത്, അവിടുത്തെ ജീവിതം മുഴുവൻ രാത്രി നിസ്കാരം നിർവഹിച്ചിട്ടുണ്ട്. അത് റമദാനിൽ മാത്രം ഒതുക്കിയിട്ടില്ല. നമ്മളും അങ്ങനെ തന്നെയാകണം. രാത്രി നിസ്കാരം എന്നുള്ളത് തറാവീഹ് എന്നത് എന്താണ് എന്നും ഖിയാമുൽ ലൈൽ എന്താണ് എന്നും അതുപോലെ തന്നെ തഹജ്ജുദ് എന്താണ് എന്നൊക്കെയുള്ള വിഷയങ്ങൾ ആ വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു. അത് കൃത്യമായി ആദ്യാവസാനം കേട്ട വ്യക്തികൾക്ക് അതിൽ ആശയക്കുഴപ്പങ്ങൾ വരാൻ ചാൻസ് ഇല്ല. എന്നാൽ അവിടെ ഉപയോഗിച്ച പദപ്രയോഗത്തിൽ രാത്രി നിസ്കാരം എന്നതിൻ്റെ പകരം തറാവീഹ് നിസ്കാരം എന്ന് ഉപയോഗിച്ചു എന്നതാണ് അവിടെയുള്ള ഒരു പ്രശ്നം. എന്നാൽ അതിനെ ഇത്രമാത്രം വലിയ സംഭവമായി അവതരിപ്പിക്കേണ്ട ഒരു കാര്യവുമില്ല. അതായത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി നിസ്കരിച്ചിരുന്നത്, രാത്രി നിസ്കാരം തുടങ്ങിക്കഴിഞ്ഞാൽ ഏകദേശം സുബഹിൻ്റെ സമയത്തോടടുപ്പിക്കുന്ന രൂപത്തിലാണ് അവിടുത്തെ നിസ്കാരം. ആ 11 റക്അത്ത് നിസ്കരിക്കുമ്പോൾ ദീർഘമായ ഖുർആനിൻ്റെ പാരായണങ്ങൾ നടത്തുമായിരുന്നു. അതിനിടയിൽ പിന്നീട് വിശ്രമിക്കും, വീണ്ടും ദീർഘമായി സൂറത്തുകൾ ഓതി തീർക്കും. നമ്മളാകട്ടെ പലപ്പോഴും സൂറത്തുൽ ബഖറ ഓതി തീരുന്നത് തന്നെ 2-3 ദിവസങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കാം. അപ്പോൾ ഇതൊരു വസ്തുതയായി ബഹുമാന്യനായ ഫൈസൽ മൗലവി ഉസ്താദ് പറഞ്ഞപ്പോൾ ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്നതൊന്നും ശരിയായ പ്രവാചകൻ കാണിച്ചു തന്ന രൂപത്തിലുള്ള അത്രയും ദൈർഘ്യമേറിയ സമയമെടുത്ത് നിസ്കരിക്കുന്ന തറാവീഹ് അല്ല എന്ന് ശരിയായ വസ്തുത പറഞ്ഞപ്പോൾ അതിനെ കളിയാക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും മൂപ്പര് പറഞ്ഞൊരു സംസാരം നമുക്ക് കേൾക്കാം. അതിൽ അതേ പദപ്രയോഗം റമദാനിലും അല്ലാത്തപ്പോഴും തറാവീഹ് എന്ന പദപ്രയോഗം തന്നെയാണ് അദ്ദേഹം പ്രയോഗിച്ചിട്ടുള്ളത്. ആ ഭാഗം നമുക്കൊന്ന് കേൾക്കാം. ഇല്ല, റമദാനിലും ഇല്ല, അല്ലാത്തപ്പോഴും ഇല്ല. റമദാനിലും അല്ലാത്തപ്പോഴും ഇവർക്ക് തറാവീഹ് എന്നുള്ള നിസ്കാരം ഇപ്പോൾ ഇല്ല. അതാണ് ഇപ്പോൾ യാഥാർത്ഥ്യം. അപ്പോൾ എൻ്റെ വീഡിയോ കട്ടുമുറിച്ച് അവിടെ ഇവിടെയും ചേർത്ത് വെച്ച് എരപ്പാക്കാൻ ശ്രമിച്ച ചില ഉസ്താദുമാരുണ്ട്. അവർക്ക് വേണ്ടി കൂടിയാണ് ഈ ഒരു ഭാഗം സമർപ്പിച്ചത്.